മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം സന്തോഷ് ട്രോഫി മത്സരങ്ങളിലെ തിങ്ങി നിറഞ്ഞ ആരവങ്ങൾ കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയതാണ്. പക്ഷേ മലപ്പുറത്തിൻ്റെ ആകെ കളിപ്രേമത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി പയ്യനാടിനില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നും എങ്ങും എത്തിയിട്ടില്ല. ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തിൻ്റെ ഖ്യാതിക്ക് ഒത്ത മൈതാനങ്ങൾ ജില്ലയിലില്ല. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫി ഹിറ്റായതോടെ സ്റ്റേഡിയത്തിൻ്റെ മുഖം മാറുമെന്നാണ് പറഞ്ഞത്. എന്നാൽ മഴ പെയ്താലുള്ള വെള്ളക്കെട്ട് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെട്ടിട്ടില്ല. സന്തോഷ് ട്രോഫി മത്സരം കഴിഞ്ഞിട്ട് 2 വർഷം പിന്നിട്ടു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മെസ്സിയും കൂട്ടരും വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴും പലരും പറഞ്ഞിരുന്നു ആ സ്റ്റേഡിയം ലോകം നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. 25 ഏക്കർ ഭൂമിയിലാണ് ആ സ്റ്റേഡിയം നിലകൊള്ളുന്നത്. നമുക്കറിയാം 2 ഭാഗത്താണ് ഗാലറി ഉള്ളത്, ബാക്കി 2 ഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. 25,000 പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ പരമാവധി കാണികളുടെ ശേഷി. എന്നാൽ സന്തോഷ് ട്രോഫി മത്സരം ഉൾപ്പെടെ തെളിയിച്ചത് മലപ്പുറത്തെ സംബന്ധിച്ച് അതൊരു ചുരുങ്ങിയ സംഖ്യ മാത്രമാണെന്നാണ്. വലിയ മത്സരങ്ങൾക്ക് വേദിയാവുന്നുമില്ല, വളർന്നു വരുന്ന താരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുമില്ല. നിലവിലുള്ള ഈ ഗ്രൗണ്ട് ഇവിടുത്തെ പ്രാദേശികവാസികൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അവർ നമ്മളെ സ്പോർട്സ് കൗൺസിൽ വിട്ടുകൊടുക്കുന്നില്ല. അവരതിന് പറയുന്ന കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ നമ്മുടെ നാട്ടിലെ പ്രതിഭകൾക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതിനാണ് ഈ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് മലപ്പുറത്തിൻ്റെ കാൽപന്ത് പ്രണയത്തോളം വിശാലതയില്ല ഇവിടുത്തെ മൈതാനങ്ങൾക്ക്. ഒരു നാൾ വരും എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അത് മെസ്സി ഇല്ലെങ്കിലും മികച്ച സ്റ്റേഡിയങ്ങളെങ്കിലും. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.